It's really our actions that lead to many environmental issues. Here we are discussing such a topic on climate change by Carl Sagan. It's a chapter that is included in the AEC for science students. AEC സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ഒരു ടോപ്പിക്കാണ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ് ഈസ് എ സ്പീച്ച് ബൈ കോൾ സാഗൻ. Carl Sagan, the famous astrophysicist and cosmologist, delivered his great speech to the United States Congress in 1985, which is about the dangers of climate change and the greenhouse effect. നമ്മൾ പറഞ്ഞു ഇതൊരു സ്പീച്ചാണ്, കോൾ സാഗന്റെ സ്പീച്ചാണ്, ആൻഡ് ഇറ്റ് ഈസ് ഡെലിവേർഡ് in the United States Congress in 1985. 1985 യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഈ രണ്ട്, അത് ആ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതിലൂടെയുള്ള പ്രശ്നങ്ങൾ, അപകടങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ചാണ് ഈ ഒരു ചാപ്റ്റർ. And this speech attained public attention and lighted fire to many environmental movements of the late 20th century. ഈ ഒരു പ്രസംഗത്തിലൂടെ നമ്മളുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പോലെ, അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ നാശം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നാം നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേപോലെ ഒരു ഇഷ്യൂ ആണ് കോൾ സാഗൻ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിലൂടെ പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതേപോലെ തന്നെ അതിലൂടെ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നതിലൂടെ വരുന്ന മാറ്റങ്ങൾ, അതിന്റെ അപകടങ്ങൾ. ഇത് ഈ ഒരു പ്രസംഗം ജനശ്രദ്ധ ആകർഷിക്കുകയും നിരവധി പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ആ ഒരു പരിസ്ഥിതി പ്രൊട്ടക്ഷൻ ആക്ടുകൾക്ക്, അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന ആ ഒരു ആവശ്യത്തിന് മുതൽക്കൂട്ടായ ഒരു പ്രസംഗമാണ് ഈ പ്രസംഗം. And in the 1980s saw many climate changes and the speech inspired environmental activists even today. 1980കളിൽ ഒരുപാട് മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരുപാട് സംഭവിച്ചു. അതിൻ്റെ ഫലമായി ഈ ഒരു സ്പീച്ച് ഇപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കുന്നു. കാരണം നമ്മളുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം, അതാണ് ഇതിൽ പറയുന്നത്. In 1980s there is a turning point in the environmental awareness. 1980കളിൽ എൻവിയോൺമെന്റൽ അവയർനെസ്, പരിസ്ഥിതിയെ കുറിച്ചൊരു അവബോധം ജനങ്ങളുടെ ഇടയിൽ വളർത്തണം എന്ന ആ ഒരു ആവശ്യമുണ്ടായി. And concerns about pollution and resource depletion has been pointed out. വാഹനങ്ങളുടെ അമിത ഉപയോഗത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അതേപോലെ പൊല്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥ, അത് വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ നോയിസ് പൊല്യൂഷൻ ഉണ്ട്, എൻവിയോൺമെന്റൽ പൊല്യൂഷൻ, അത് പുകപടലങ്ങളിലൂടെയുള്ള പൊല്യൂഷൻ, പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെയും അങ്ങനെയുള്ള ആ ഒരു പൊല്യൂഷൻ, അങ്ങനെ ഈ പൊല്യൂഷനിലൂടെ വരുന്ന മാറ്റങ്ങളും ഒക്കെ ജനശ്രദ്ധ ആകർഷിച്ചു. ദെൻ ദ കീ പോയിന്റ്സ് ഇൻ കോൾ സാഗൻ സ്പീച്ച്. അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്. സോ സാഗൻ began his speech by explaining greenhouse effect by comparing the Earth's atmosphere to the glass of the greenhouse. ഗ്രീൻ ഹൗസിന്റെ ഗ്ലാസ് പോലെയാണ്, അതായത് ഈ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയിട്ട് ചൂട് കൂടുന്ന അവസ്ഥ, ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ആദ്യമായിട്ട്. Then natural greenhouse effect is very essential for keeping warmth of our planet and it is essential to sustain life. നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഉണ്ട്, നമുക്കറിയാം മരങ്ങളുടെ പ്രൊട്ടക്ഷൻ. മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ആ ഒരു വാംത്ത് ഉണ്ടാകും.
നമുക്ക് അവിടെ അധികം ചൂട് അനുഭവപ്പെടാത്ത അവസ്ഥ. ഇപ്പൊ നമുക്കറിയാം രാവിലെ ഒരു 8-8:30 ആവുന്ന സമയത്ത് തന്നെ നല്ല ചൂടാണ്. അതേസമയം പണ്ട് കാലത്ത് ഒരു 12 മണി ആയാൽ മാത്രം, അല്ലെങ്കിൽ 11, 11:30, 12 മണി ആ ഒരു സമയത്ത് മാത്രമാണ് സൂര്യന്റെ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെയാണ്. ഇപ്പോഴ് നേരത്തെ തന്നെ നമുക്ക് ആ ചൂട് അനുഭവപ്പെടാനുള്ള കാരണം ഈ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. കാരണം മരങ്ങളില്ലാതെ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു അന്തരീക്ഷത്തിൽ ആഗോളതാപനം, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഇഫക്റ്റ്, അത് ആ ഗ്യാസസ് ആണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്നത്. അപ്പൊ ഇവയുടെ വർധനവ് ആ ഒരു നാച്ചുറൽ വാംത്ത് ഇല്ലാതെയാക്കുന്നു, പ്രകൃതിയുടെ ആ ഒരു സംരക്ഷണം ഇല്ലാതെയാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു എന്താണ് ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വാംത്ത് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമാണ്. കാരണം ചെറിയ ചെറിയ ചെടികളൊക്കെ ഈ ഒരു ചൂടിൽ, ചെറിയ ഒരു ചൂട് വരുന്ന സമയത്ത് തന്നെ ഉണങ്ങി പോകുന്ന അവസ്ഥ, അതായത് നമ്മളുടെ ഭൂമിയിൽ വെള്ളം നിൽക്കാത്ത ഒരവസ്ഥ, പെട്ടെന്ന് ഡ്രൈ ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അതായത് വെള്ളപ്പൊക്കം ആവുന്ന സമയത്ത് നല്ല വെള്ളപ്പൊക്കം, അതേസമയം ചൂട് ആവുന്ന സമയത്ത് നല്ല ചൂടായി ഭൂമി വിണ്ടു കീറുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ചെടികൾക്കൊന്നും വളരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ ഈ ഒരു ഇഫക്റ്റ്, അതുകൊണ്ടാണ് അദ്ദേഹം ആ ആദ്യത്തെ പ്രാധാന്യം ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കൊടുക്കുന്നത്. Then he wants that human activities, mainly the burning of fossil fuels, intensify this effect and leads to global warming. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തികൾ, പ്രത്യേകിച്ചും ഈ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ കത്തിക്കുന്ന പ്രവണത, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ കത്തിക്കുന്നതിലൂടെയാണ്. ഫോസിൽ ഫ്യൂവൽസ് നമുക്കറിയാം, കൽക്കരി, അങ്ങനെയുള്ള ഫ്യൂവൽസ്, വിറക്, കൽക്കരി, അങ്ങനെയുള്ള ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ കത്തിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുകപടലങ്ങൾ ഉണ്ടായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നു. ഇതാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന്, ആഗോള താപനത്തിന് ഇടയാക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ഒഴിവാക്കണം. ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് ഒഴിവാക്കണമെങ്കിൽ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കണം. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്കറിയാം, നമ്മൾ പോണ്ടിച്ചേരി ഓഷോയുടെ ആശ്രമത്തിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളാണുള്ളത്. അവിടെയൊക്കെ അന്തരീക്ഷ മലിനീകരണം എന്നുള്ളത് തീരെ ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വി ക്യാൻ റിഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്, അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയുടെ സംരക്ഷണം നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. സെക്കൻഡ് വൺ, ദ ഇർറിവേഴ്സിബിൾ കോൺസിക്വൻസസ്. നമുക്കൊരിക്കലും തിരുത്താൻ കഴിയാത്ത പ്രത്യാഘാതങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. Sagan argues that the consequences of unchecked climate change were irreversible. നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ തന്നെ അതിന് പ്രാധാന്യം കൊടുക്കാതെ, അതിനെക്കുറിച്ച് പഠനം നടത്താതെ, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാതിരിക്കുന്നത് വളരെയധികം ശക്തമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കാം. He points out that the melting of ice caps, then rising sea level and more frequent extreme weather events etc. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്ന ഇറവേഴ്സിബിൾ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യാപ്സ്, മഞ്ഞ് മലകൾ ഉരുകുന്നത്. അതേപോലെ തന്നെ റൈസിങ് സീ ലെവൽസ്, കടൽ തിരമാലയുടെ ശക്തി കൂടുന്നത്. അതായത് നമുക്കറിയാം കടൽ വെള്ളത്തിന്റെ നിരപ്പ് കൂടുകയും ചിലപ്പോൾ കടൽ ഉള്ളോട്ട് വലിയാം, അതേപോലെ തന്നെ കടലിന്റെ വ്യാപ്തി കൂടാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതേപോലെ തന്നെ മോർ ഫ്രീക്വന്റ് എക്സ്ട്രീം വെതർ ഇവന്റ്സ്. എക്സ്ട്രീം വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം. ചൂടാണെങ്കിൽ നല്ല ചൂട്, പൊള്ളുന്ന ചൂട്, തണുപ്പാണെങ്കിൽ അതേപോലെ തന്നെ തണുപ്പ്. ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ഇല്ലാത്ത അവസ്ഥ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 8-8:30, 9 മണിയാകുമ്പോഴത്തേക്ക് കുട എടുത്ത് നടക്കേണ്ട അവസ്ഥയാണ്, കുട ചൂടി നടക്കേണ്ട അവസ്ഥയാണ്. കാരണം പണ്ട് കാലത്ത് 11:30, 12 മണിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇഫക്റ്റ് ആണ് ഇപ്പോഴും ഒരു 8:30, 9 മണിയാകുമ്പോഴേക്കും കാലാവസ്ഥയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് ചൂടാണ് സൂര്യന്റെ ചൂട്. അതേപോലെ തന്നെ വൈകിട്ട് 4, 4:30 വരെയും ആ ചൂട് ഹൈ ലെവലിൽ തന്നെ നിലനിൽക്കും. ആ ഒരു അവസ്ഥ. അതേപോലെ തന്നെ മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യാപ്സ്, നമുക്കറിയാം മഞ്ഞുമലകൾ ഉരുകി താഴ്ന്ന സ്ഥലങ്ങൾ വെള്ളപ്പൊക്കത്തിലാകുന്നത് നമ്മളിപ്പോൾ അടുത്ത് വരെ കേട്ടതാണ്.
അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. അങ്ങനെ മഞ്ഞുമലകൾ ഉരുകുന്ന സമയത്ത് നദിയിൽ ജലനിരപ്പ് ഉയരുകയും അത് ജനങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന അവസ്ഥ. ദെൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് അവർ ഇനാക്ഷൻ ടു ദീസ് പ്രോബ്ലംസ് ആർ ദി ഔട്ട്കം ഓഫ് ദ റിയാലിറ്റീസ് വി ആർ ഫേസിങ് ടുഡേ. നമ്മൾ അന്ന് അതിന് പ്രതിവിധി കാണാത്തത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാഞ്ഞതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. ലാൻഡ് സ്ലൈഡ്സ്, അതേപോലെ പല പ്രശ്നങ്ങളും, നദിയിലെ ജലനിരപ്പ് കുത്തനെ ഉയരുക, അതേപോലെ തന്നെ മഴയാവുന്ന സമയത്ത് ശക്തമായ മഴ, അതിന് ഉൾക്കൊള്ളാൻ നദികളില്ലാത്ത അവസ്ഥ, നദികൾക്ക് ആ ഒരു വ്യാപ്തി ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ വന്നത് നമ്മളുടെ ആ ഒരു ഇനാക്ഷനാണ്. നമ്മളുടെ അവസരോചിതമായ പ്രവൃത്തികൾ ഇല്ലാതെ ആയതാണ് ഈ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ എടുത്താൽ മതി. നമ്മളുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ആ ഒരു റിപ്പോർട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേര് അദ്ദേഹത്തെ പരിഹസിച്ചതാണ്. കാരണം നമ്മുടെ സഖ്യപർവ്വതം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെസ്റ്റേൺ ഗാർഡ്സ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ നമ്മൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ നമ്മളുടെ വികസനം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതിന്റെ ഫലമായിട്ട് ഹൈവേയിലെ അതേപോലെ തന്നെ ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടതായി വന്നു. ഒരുപാട് പക്ഷി മൃഗാദികൾക്ക് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. അങ്ങനെ വികസനത്തിന്റെ പേരിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ നമുക്ക് മനുഷ്യന്റെ കൺട്രോളിനും അപ്പുറത്തേക്കുള്ള രീതിയിലേക്ക് നമുക്ക് പ്രകൃതി തിരിച്ചു തരാൻ തുടങ്ങി. അപ്പൊ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദിസ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഈ ഒരു കൗൾ സാഗന്റെ ആ വാക്കുകളെ നമുക്ക് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് പോയിന്റ്, ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് എൻവിയോൺമെന്റൽ ഇഷ്യൂസ്. പിന്നീട് മൂന്നാമത് അദ്ദേഹം പറയുന്നത് ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് എൻവിയോൺമെന്റൽ ഇഷ്യൂസ്. ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ. ഒരു പരിസ്ഥിതി പ്രശ്നം മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാകാം, മറ്റു കാരണങ്ങൾക്കും വഴിതെളിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് ഷുഗർ വന്നെങ്കിൽ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഉണ്ടാകും, അതേപോലെ പ്രഷർ ഉണ്ടാകും. ഇത് മൂന്നും ഒരുമിച്ചാണ് എപ്പോഴും കാണപ്പെടുന്നത്. ആ ഒരു ദൈനംദിന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളാണ് അത് മൂന്നും. അതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് പല പ്രശ്നങ്ങളും ഇതിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ചില മരുന്നുകൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് മറ്റു പല രോഗങ്ങൾ വരാം. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് എൻവിയോൺമെന്റൽ ഇഷ്യൂസ്. പല പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും പരസ്പര ബന്ധം. സാഗൻ കമന്റ്സ് ദാറ്റ് എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് ഡിഡ്ന്റ് എക്സിസ്റ്റ് ഇൻ ഐസൊലേഷൻ. കോൾ സാഗൻ പറയുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് എല്ലാം കൂട്ടത്തോടെയാണ്, പരസ്പരം കണക്റ്റഡ് ആണ്. He brings out the interconnectedness of climate change, deforestation and pollution. Deforestation, മരങ്ങൾ മുറിക്കുന്നത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു. നമുക്കറിയാം, നമ്മുടെ വീടിനടുത്തുള്ള മരങ്ങൾ മുറിക്കുന്ന സമയത്ത് ചൂട് കൂടും. ആ മരത്തിന്റെ തണലിലായിരുന്നു അത്രയും നാൾ ആ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നത്. ആ മരം മുറിക്കുന്ന സമയത്ത് അവിടെ ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കുകയും ആ പ്രദേശത്ത് ചൂട് കൂടുകയും ചെയ്യും, സ്വാഭാവികമാണ്. അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു. ദെൻ പൊല്യൂഷൻ, ആ മരം മുറിക്കുന്ന സമയത്ത് പൊടിപടലങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. കാരണം റോഡ് സൈഡാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മരങ്ങൾ വെച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പൊടിപടലങ്ങളെ നമുക്ക് തടയാൻ പറ്റും. നമുക്ക് വീടിന് ചുറ്റും ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ പൊല്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു പൊല്യൂഷൻ അവിടെ നടക്കുന്നു. കാരണം ഈ മരങ്ങൾ ചെടികളൊക്കെ മുറിച്ച് കളയുന്ന സമയത്ത് പൊല്യൂഷൻ ഉണ്ടാകുന്നു, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു. പിന്നീട് AC വെക്കേണ്ട അവസ്ഥയാവും. കാരണം വീടിന്റെ ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചിട്ട് AC വെച്ചാലേ വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതേപോലെ തന്നെ AC അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്തും ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റിയോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കൂടുന്നു. അതേപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങൾക്കും അതും വഴിതെളിക്കുന്നുണ്ട്. And he holds that addressing one issue without considering the others was a myopic approach. അദ്ദേഹം അതുകൊണ്ട് പറയുന്നത് നമുക്ക് ഒരു പ്രശ്നത്തിന് മാത്രം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ പരിഗണിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. കാരണം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഫുഡ് ചെയിൻ ഒക്കെ ഉണ്ടാവും. ആ ഒരു
എന്താണ് ക്ലൈമറ്റിന്റെ വ്യത്യാസം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മരങ്ങളിലൂടെ ഒരുപാട് പക്ഷികൾക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാകും. ഒരുപാട് പക്ഷികൾ നമ്മൾ കണ്ടതാണ്. ഹൈവേ വികസനത്തിന്റെ പേരിൽ മരം മുറിക്കുന്ന സമയത്ത് എന്താണ് ഒരുപാട് പക്ഷികളുടെ കൂടും പക്ഷികളുടെ കരച്ചിലൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറും. ഒരുപാട് പക്ഷികൾ, ഇപ്പൊ പണ്ട് നമ്മൾ ഇഷ്ടംപോലെ കാക്കയെ കണ്ടിരുന്നു. കാക്ക തന്നെയായിരുന്നു രാവിലെ നമ്മൾ കാണുന്ന ഒരു പക്ഷി. പക്ഷെ ഇപ്പൊ കാക്കയൊക്കെ കാണാൻ വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ മാറ്റാൻ മനുഷ്യന് സാധിക്കും. പിന്നീട് അടുത്ത പോയിന്റ്, ദ നീഡ് ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. നീഡ് ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ. ഒരു സഹകരണം, അന്തർദേശീയ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. Sagan called for international cooperation in addressing climate change as it crosses national borders. കാരണം ഇത് ഇന്റർനാഷണൽ ഇഷ്യൂ ആണ്, ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും സഹകരണം ഇതിലുണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. He demands the United States to take a lead in international efforts to reduce greenhouse gas emissions. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതേപോലെ തന്നെ മീഥെയ്ൻ തുടങ്ങിയ ഗ്യാസുകൾ, തുടങ്ങിയ വാതകങ്ങൾ ഒഴിവാക്കുന്നതിൽ, പുറത്തുവിടുന്നത് എങ്ങനെ കുറയ്ക്കാം അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം. അതേപോലെ അതിന് ഒരു നേതൃത്വം, ഇന്റർനാഷണൽ കോഓപ്പറേഷന് വേണ്ട ഒരു നേതൃത്വം കൊടുക്കണമെന്ന് അമേരിക്കയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ദെൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഹിസ് സ്പീച്ച്. ഈ സ്പീച്ചിലൂടെ, ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൽ നടത്തിയ പ്രസംഗമാണ്, 1985 നടത്തിയ പ്രസംഗമാണ്. ഈ പ്രസംഗത്തിലൂടെ വന്ന ഇഫക്റ്റ്, അതിന്റെ ഒരു എന്താണ് പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, റിസൾട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റേസിംഗ് പബ്ലിക് അവയർനെസ്. ഈ ഒരു സ്പീച്ചിലൂടെ he can attain the attention of the people. ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. Sagan's speech has a profound influence in the American public. അമേരിക്കൻ ജനതയുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ഒരു സ്പീച്ചിലൂടെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു. ആൻഡ് he clearly explained complex scientific concepts and can receive larger audience. അദ്ദേഹത്തിന് സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം, അതേപോലെ തന്നെ ഈ ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സയന്റിഫിക് കോൺസെപ്റ്റ്സുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ, സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അതിലൂടെ ജനങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാക്കാൻ സാധിച്ചു. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഫ്ലുവൻസിങ് പോളിസീസ്. പല പോളിസികളെയും, ആ പോളിസികൾ എന്തൊക്കെയാണ്, അതായത് പരിസ്ഥിതിക്ക് വേണ്ട പോളിസികൾ, നയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. Sagan's words accelerated growing movements to address climate change at the policy level. ഓരോ പോളിസികൾ, ഓരോ നയങ്ങൾ കൊണ്ടുവന്ന് കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ഒരു അവബോധം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് വാക്കുകൾ കഴിഞ്ഞു. ആൻഡ് he advocated for international cooperation which brought the creation of intergovernmental panel on climate change. ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന ഒരു സംഘടന, ഇന്റർഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ആ ഒരു പരിസ്ഥിതി മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ആഗോള സംഘടനയാണ്. അതിന്, അതായത് IPCC എന്ന ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതേപോലെ ഒരു പാനലാണ് അത്, അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു പാനൽ. അതേപോലെ തന്നെ ആൻഡ് ഓൺ വേരിയസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്സ്, പലതരത്തിലുള്ള ക്ലൈമറ്റ് എഗ്രിമെന്റ്സ്, അതായത് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയ്ക്കാനുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിടാനൊക്കെ സാധിച്ചു. ആൻഡ് തേർഡ് വൺ, എ ലീഗസി ഓഫ് സയന്റിഫിക് ആക്ടിവിസം. ഒരു സയന്റിഫിക് ആക്ടിവിസം, ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾക്ക് എന്തൊക്കെ പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യാം എന്നുള്ള ആ ഒരു തീരുമാനങ്ങൾ വന്നു. Sagan's speech defined the role of scientists as advocates for change. ഈ സയന്റിസ്റ്റുകൾ എന്ന ആളുകള്, they are the leaders of change. മാറ്റത്തിന്റെ നേതാക്കന്മാരാണ് അവര്. And he advocated that scientists have the responsibility to inform the public and policy makers about the consequences of their actions, along with the responsibility to discover and explain natural phenomena.
ശാസ്ത്രജ്ഞന്മാർ അവരുടെ ജോലി ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, അതേപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് വിവരിക്കുക എന്ന് മാത്രമല്ല, മറിച്ച് ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തികളിലൂടെ പരിസ്ഥിതിക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും, ആ ദോഷങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ, ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി സയന്റിസ്റ്റുകൾക്കുണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു. And Sagan's words reminded us of the urgent need for international cooperation, then holistic environmental thinking and the power of science to inspire change. ശാസ്ത്രത്തിന്റെ ശക്തി എന്താണ്, മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ശാസ്ത്രത്തിന് അതേപോലെ തന്നെ മനുഷ്യന് ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അതിന് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ, അന്തർദേശീയ സഹകരണത്തിന്റെ ആവശ്യം അനിവാര്യമാണ്. അതേപോലെ തന്നെ ഹോളിസ്റ്റിക് അപ്രോച്ച് വേണം. അതായത് ഈ പരിസ്ഥിതി എന്നത് പരിശുദ്ധമായ ഒന്നാണ്. അത് മനുഷ്യൻ ഒരു സ്പീഷീസ് ആണ്. ഒരുപാട് വംശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജീവജാലങ്ങളുടെ ഇടയിൽ മനുഷ്യൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ഭൂമിയുടെ അവകാശികൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, മനുഷ്യനും അതിൻ്റെ ഒരു ഭാഗമാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ അതിലൊരു അവകാശം മാത്രമാണ് നമുക്ക്. നമ്മൾ ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ്, അല്ലാതെ നമ്മളുടെ കൺട്രോളിലല്ല ഈ ഭൂമി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതേപോലെ തന്നെ നമ്മളുടെ കൺട്രോളിനുള്ളിൽ നിൽക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഈ ഫ്ലഡ് അല്ലെങ്കിൽ വരൾച്ച, ഡ്രോട്ട്, ഇതിനെയൊന്നും നമുക്ക് പരിധിയിൽ നിർത്താൻ കഴിയില്ല. 2 ദിവസം വെള്ളമില്ല എങ്കിൽ, പൈപ്പിൽ വെള്ളമില്ല എങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ കട്ടപ്പുകയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ് എന്നാണ് കാൾ സാഗൻ ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇതില് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദി എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ ചോദിക്കാം. അതേപോലെ ദ ഇമ്പാക്ട് ഓഫ് കാൾ സാഗൻ സ്പീച്ച് ഇൻ ദ പീപ്പിൾ, ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.